മാനന്തവാടി ആശുപത്രിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടാവുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. കോഴിക്കോടേക്ക് മടക്കി വിടുന്ന മടക്കൽ കോളേജാണിത്. ബോർഡ് മാത്രമേ ഉള്ളൂ മെഡിക്കൽ കോളേജല്ലേ. ഒരു ചെറിയ പനിയുടെയോ ചുമയുടെയോ മരുന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളത് ഇവിടെ ഞങ്ങളാരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഓരോരുത്തരുടെയും അനുഭവമാണത്. പിന്നെ ഞങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവും. നീതി കിട്ടും വരെ ഞങ്ങൾ പോരാടും. ഡിമേ കണ്ടില്ല. ഞങ്ങളുടെ നേതാക്കൾ സംസാരിക്കാൻ വേണ്ടി അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവർ സംസാരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇന്നലെ ഞങ്ങൾ ഫോൺ ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. 2 തവണയും മടക്കി അയച്ചു. 1 തവണ വെച്ചു. അവരുടെ വയറ്റിലാണ് ഈ തുണി വെച്ചിട്ടാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ബാക്കി നമ്മൾ നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ കൃത്യമായ തെളിവുകളുണ്ട് ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഒരു സ്മെല്ലടക്കം അവരുടെ വയറ്റിൽ നിന്ന് കിട്ടാൻ തുണി ഒരു സ്മെല്ലടക്കം വന്ന ആ രീതിയിലാണുള്ളതെന്നാണ് പറയുന്നത്. 2 വട്ടം പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടും കണ്ടെത്താത്തൊരു കാര്യം. അപ്പൊ അത് അനാവസ്ഥ തന്നെയാണ്. മറ്റെന്താണ് അതിൽ കാണാനുള്ളത്? ആ സ്ത്രീക്ക് നീതി കിട്ടുന്നതുവരെ, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ നമ്മുടെ ആരോഗ്യവകുപ്പ്, നമ്മുടെ കേരള സർക്കാരും ഈ മെഡിക്കൽ കോളേജിന്റെ നേരെ കണ്ണു തുറക്കുന്നതുവരെ ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നടപടിയെടുക്കണം തന്നെയാണ്. ആരാണോ കുറ്റം ചെയ്തത്, എവിടെയാണോ അതിൽ പിഴവ് സംഭവിച്ചത്, ആ പിഴവ് സംഭവിച്ചവർക്കെവിടെ, പിഴവ് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കണം തന്നെയാണ്. അതിൽ നിന്നൊരു മാറ്റമൊന്നുമില്ല. മധു, ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ശക്തമായ നടപടി ഉണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴെന്തായാലും ചർച്ചയ്ക്ക് അധികൃതർ തയ്യാറായിട്ടുണ്ട്. ഏതാനും നേതാക്കൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോഴും ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ഉപരോധം അടക്കം നടത്തുന്നുണ്ടോ? ഇപ്പോ അതിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. സൂപ്രണ്ട് ഓഫീസിന് മുന്നിലാണ് ഈ ഉപരോധം നടക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ചർച്ചയ്ക്കായി ഉള്ളിൽ കയറിയിട്ടുണ്ട്. നഗരസഭാ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏത് രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഇനി മുന്നോട്ട് പോകുന്നത്? കോൺഗ്രസ് എന്തൊരു ഉറപ്പാണ് പ്രതീക്ഷിക്കുന്നത്? മാനന്തവാടി മെഡിക്കൽ കോളേജ് ഒരു രോഗിക്കും നീതി ലഭിക്കാത്ത ഒരു ആസ്പത്രിയാണ്. ഈ സംഭവം വലിയ പ്രശ്നം തന്നെയാണ്. അസത്തയുടെ ഒരു ഭാഗമായി മാനന്തവാടി മെഡിക്കൽ കോളേജ് മാറിയിട്ടുണ്ട്. ചുരം ഇറങ്ങി വേണം ഇവിടെ നിന്ന് രോഗിയെ കൊണ്ട് പോകാൻ. ഒരു സൗകര്യവും ഇവിടെ യഥാർത്ഥത്തിൽ ഏർപ്പെടുത്താൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ശക്തമായ ഇതുപോലുള്ള പ്രതികരണവുമായി മുന്നോട്ട് പോകും. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഒരു പൊതുവായ വിഷയം എന്ന നിലയിലാണ് കോൺഗ്രസ് ഇതിനെ സമീപിക്കുന്നത്. കാരണം തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ ഒരു സംഭവം എന്നതിലുപരി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൊതുവായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു ഉദാഹരണം എന്ന നിലയിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഇതിനെ എടുത്തിരിക്കുന്നത്. ഈ യുവതിയുടെ കാര്യത്തിലുണ്ടായ ചികിത്സാ പിഴവിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. മാധു.